Hello guys, this is Tupal Potas and we are going to ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടിരിക്കാറ്. ട്രെയിനില്ല, നമ്മൾ ലേറ്റ്. നമ്മൾ ഓർഡറോ ഇതാണോ ട്രെയിൻ? D1, D5, D4. ഇതെന്താ ഡി എന്ന് വെച്ചാൽ എന്താ? ഡി എന്ന് വെച്ചാൽ എന്തൊരു എന്നാ ഫുൾ വ്ളോഗ് തമിഴാണ് ഗൈസ്. എനിക്ക് தமிழ் ஃபேன்ஸ் ரொம்ப கம்மி. தமிழ் ஃபேன்ஸ் பிடிக்கிறதுக்காக நாங்க இந்த vlog கோயம்புத்தூர் போய் தமிழ் தான் பேசிப்போம். ட்ரெயினோட போகி D1 தேடிட்டு இருக்கு. D1 கிடைக்கவே இல்லை. D2 വരെ എത്തി. D1 തരികണല്ലേ. D1 കിടച്ച് നോക്ക്. ആര് ഇതാണോ? 51 ഗായ്സ്, എൻ്റെ കാലപ്പഴക്കമുള്ള വാച്ച് ഇങ്ങനെ പോയി ഗായ്സ്. ഇത് വന്ന് ഫെവിക്കോൾ, ഇത് ഒട്ടിച്ച കൈ ഒട്ടും. ഇപ്പോൾ ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ടോ ഫ്രണ്ട്സ്? ഇത് ഒട്ടിക്കാം ഗായ്സ്. ரொம்ப அதிகமா இடாத, கொஞ்சம் கொஞ்சம் தான் இடணும். ஆனா அது ஒட்டி இருக்கும். നല്ല തമിഴ്, സെന്തമിഴ് ആണല്ലേ. കുറച്ച് നീര്, ഫാബ്രിക് നീര്, തണ്ണി വാങ്ങിട്ട് ഒട്ടിയിരുന്നു. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കൂടെ വന്നു ഗൈസ്. എവിടെ ചില കൂടെ ഇതെങ്ങനെ നടക്കുന്നു ചിന്തിച്ചു. കേരളത്തിന്റെ ആദ്യം മുതൽ അറ്റം വരെ എന്ന് പറഞ്ഞ കേക്കട്ടെ. കേരളത്തിന്റെ ആദ്യം കേട ഇത് കേക്കട്ടെ. കാസർഗോഡ്, കണ്ണൂര്, താഴത്തുനിന്ന് പറ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, ബാക്കി പറ. ആലപ്പുഴ, ഇടുക്കി കഴിഞ്ഞ പിന്നെ ഇടുക്കിയല്ലേ? ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, പത്തനംതിട്ട. എവിടെയാ? പത്തനംതിട്ട അടിയിലല്ലേ? അപ്പൊ എവിടെ? ഒന്നുകൂടി പറ. തിരുവനന്തപുരം, വയനാട്. വയനാട് നിന്റെ അച്ഛൻ കൊണ്ടുവന്നിട്ട്. തിരുവനന്തപുരം കഴിഞ്ഞിട്ട് കൊല്ലമാണ്. കൊല്ലത്തിന്റെ മേലെ വരുന്നതാണ്. കൊല്ലത്തിന്റെ ഇവിടെ ആലപ്പുഴ. പത്തനംതിട്ട അവിടെയുള്ള കാര്യം പൊക്കത്താണ്. ഞാൻ പറയാം, ഇത് നമ്മൾ ഏത് വഴിയാണ് ആക്ച്വലി കോയമ്പത്തൂർ എത്തുന്നത്? തമിഴല്ലേ? നമ്മൾ ഏത് വഴി കോയമ്പത്തൂർ എത്തും? പഠിക്കട്ടെ. ഒരെണ്ണത്തിന്റെ മേലെയുള്ള സൈഡിലാണ്. അതാണ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇത് പാറ്. இந்த ഇടുക്കിക്കുള്ള ഡാം ഇருக்கு. ഇവിടെ എങ്ങാണ്ട് ഒരു ഡാം ഇருக்கு. இந்த ഡാം പൊട്ടിയാൽ இந்த കോട്ടയം വാനിഷ്, இந்த എറണാകുളം വാനിഷ്. ഇങ്ങോട്ട് വരില്ലല്ലോ. ആലപ്പുഴ വാനിഷ് ആവും. ആലപ്പുഴ പോകില്ല. പത്തനംതിട്ട രക്ഷപ്പെട്ടു. സോ നമ്മള് ഇതല്ലേ തമിഴ്നാട്. അപ്പൊ നമ്മള് എറണാകുളത്ത് നിന്ന് ഇങ്ങനെ ഇടുക്കി വഴിയാണ് പോണത്. ഇടുക്കിയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാ? പാലക്കാട് അവിടെ. ഇങ്ങനെ. ഓ ശരിയാണ്. തൃശ്ശൂര് പോകുന്നോണ്ട് എടപ്പള്ളി ആലുവ. ഗൈസ് இந்த എറണാകുളത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് പണി ഇപ്പടി പോയി തൃശ്ശൂർ വഴി പാസ് പണി പാലക്കാട് വഴി കോയമ്പത്തൂർ പോകും. ഗൈസ് സ്റ്റേഷൻ എത്തിയിട്ട് கோயம்புத்தூர் எத்திட்டேன் கைஸ். ഞാൻ மைக் ஃபிக்ஸ் பண்ணிட்டேன். ஹாய் காய்ஸ். இந்த கல்ச்சரெல்லாம் பார்த்து நம்ம இது காடுக்குள்ள ரயில்வே ஸ்டேஷனில் இருக்கிற காடு. இந்த காடுக்குள்ளே நம்ம இങ്ങനെ போகணும் காய்ஸ். இது எல்லாமே இவங்களோட கல்ச்சர் தான். இது வந்து புல்லக் கார்ட். இது வந்து எனக்கு புரியலை. ഇതെന്താ? ഇതെന്താ?
ഇതെന്താ ഇവിടെ ഇതിന്റെ ബാക്കിൽ നിന്ന് എന്തോ ഒരു തല ഒരു നടു. ഇത് കുച്ചിപ്പുടി പെണ്ണ്, ഇത് ഊത്തുമാമായി, ഇത് വന്ന് എതുവോ, ഇത് പസിക്കിറ കുഴന്തൈ, പസിക്കിറ കുഴന്തൈ, ഇത് പാൽക്കവരും മാമൻ, ഇത് മുല്ലപ്പൂ തങ്കച്ചി, ഇത് കൊന്തിക്കളിക്കും തങ്കച്ചികൾ, രണ്ടെണ്ണം തങ്കച്ചികൾ, ഇത് തോം തോം തോം, ഇത് മുട്ടപ്പമ്മ മുട്ടപ്പമ്മ മുട്ടപ്പമ്മ, ഇത് സ്കൂളിരുന്നിട്ടും സ്കൂളിൽ പോകാതെ കബഡി കളിക്കുന്ന പിള്ളേർ, ഇത് ഗ്രാമത്തിന്റെ തമിഴ് എന്താ? പോടോ ഇല്ല പോഴ. കാടിന്റെ തമിഴ് എന്താ? കാടുക്കുള്ളിൽ നിന്ന് വെളി വന്നിട്ടേ. ഫ്രണ്ട്സ്, കോയമ്പത്തൂർ വന്ന് നിങ്ങൾ അപ്പിടി ഇപ്പിടി എല്ലാം നടക്കക്കൂടാതെ ഇതാ എക്സിറ്റ്. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങേ വരെ കുറേ നടന്നു. ഒരു എക്സിറ്റും കിടക്കല്ലേ. അന്ന് ഈ എക്സിറ്റ് കിടച്ചാച്ചു നമ്മൾ ഈ എക്സിറ്റ് വഴി പുറത്തിനെന്താ വെളിയിൽ പോകറ. ഇത് എക്സിറ്റ്, ഇത് ബാഹർ, ഇത് നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ഖെണീച്ചേ, ഖെണീദേ, ഖെണീദേ. മലയാളം പോലില്ലേ? ഖ നീ ഖ പോടോ വായിക്കടോ അങ്ങോട്ട്. തനിക്ക് മലയാളം അറിയില്ലേ ഗായ്സ്? അത് എഴുതിയിരിക്കുന്നത് വെളിയിൽ നിന്നല്ലേ? വെളിയെ. ഇത് താ വെളിയെ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റ് കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റ് പോലെ തന്നെ ഉണ്ട് ഗായ്സ്. ഇവിടെ ரொம்ப നോയ്സ്, ഇവൻ താൻ നോയ്സ്, ഇവൻ എൻ്റെ വീഡിയോയിലെ നോയ്സ്. വോയിസ് പോടാ ഗായ്സ്. ബ്ലോഗ് செஞ்சு എന്നോட ഫ്യൂവൽ മുടിஞ்சு പോச்சு, ഇവങ്ങളോட ഫ്യൂവലും മുടിஞ்சு പോകാറായിടിച്ച്. അപ്പം നമുക്കിനി എന്തെങ്കിലും സാപ്പിടാം. വാടാ. യെസ് യെസ് ആം തുപ്പൽ പൊട്ടാസ്, നോ ഇഷ്യൂസ്. ഹായ്. അവർ വേറെ ആരെ വീഡിയോ എടുക്കും. നൈ ഇവിടെ ഒരു ട്രെയിൻ പോകാതിരിക്കുക. നമ്മൾ ഇങ്ങത്താ പോണോ? ഹം ഇധർ ജാ രഹാ ഹൈ. ये सब क्या है? ये सब क्या है? ഇതെല്ലാം എന്താ? ഇത് മുല്ലപ്പെരിയാറാ? ഓ, ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞില്ല ഗൈസ്, ഇടുക്കി പൊട്ടുമെന്ന്. ഇടുക്കിയല്ല, ഇതാണ് പൊട്ടുന്നത്, മുല്ലപ്പെരിയാർ ഡാം. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ ഒലിച്ചു പോവും ഗൈസ്. നമ്മൾ ബസ് പിടിച്ച് പോകണം. ബസ് പിടിച്ച് കണ്ട ബസ് എടോ ഈ ബസ്സിലാണോ? എടോ ഈ ബസ്സിലാണോ 1 രൂപയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന? അല്ലേ? ഞാൻ അവിടെ ലംബൂരി, ഞാൻ അവിടെ ബാക്കിൽ 2 സീറ്റ് ഉണ്ട്. ഇപ്പോൾ ഗാന്ധിപുരം ആയി കോപ്പിറൈറ്റ് അടിക്കും ഗായ്സ്. ഈ ബസ് ഇപ്പോൾ പോവില്ല എന്നത്താ സൊന്നിട്ടിരിക്ക. എൻ്റെ ബസ് ഏതുവരെ പോകുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട്. ഞാൻ മാത്രം എൻ്റെ ബസ്സിക്കുള്ള ഒറ്റക്ക് ഇരുന്നിരുന്ന് മുഷിഞ്ച് എൻ്റെ ഫ്യൂവലെല്ലാം തീർന്നു. ഈ പോട്ടൻ അയ്യോടോ ഗായ്സ്, ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി. ഞാൻ മാത്രം ബസ്സിൻ്റെ ഉള്ളിൽ. ഇറങ്ങണോ? എന്താ ഇറക്കിയിട്ട് ഗായ്സ് ഈ ബസ്സിൽ. നീ ഇതാണോ സ്ഥലം? ഊബർ ബൈക്ക് അതെടുത്താലോ? 2 പേർക്ക് 2,000. അതൊന്ന് ഡബിൾ സിറ്റി പോകാൻ പറ്റും. കണ്ട ഗൈസ്, കുറേ ആളുകളൊക്കെ നിലത്ത് കിടക്കാണ് പാവം. ഇതൊക്കെ ആര്? കുറേ ആളുകൾ. എന്തൊരു മണോടുകൂടെ തന്നെ അഴുക്ക് പിടിച്ച സ്ഥലത്തോടെ കൊണ്ടുവന്നേക്കണം. ഞാൻ ചത്തട്ടാ. பசி அண்ணா கொஞ்சம் கொடுங்கோ, ஏதாவது கொடுங்கோ அண்ணா, பசிக்குது அண்ணா, ചിക്കൻ ബിരിയാണി പോലും. തെണ്ടാമെന്നവർക്ക് ഡിമാൻഡൊക്കെ ഉണ്ടെന്ന്. ഡിമാൻഡുള്ള പിച്ചക്കാരെ കൊടു. ഇതാണ് സ്ഥലം. ബസ് സ്റ്റാൻഡ് അപ്പുറം. എന്നാ നമുക്ക് സാപ്പിടത്തേക്ക്
സഞ്ജിയുടെ ഫ്രണ്ട് പെണ്ണ് അവളോട് ചോദിച്ചു സാപ്പിടത്തേക്ക് ഇവിടെ സാപ്പിടത്തേക്ക് ഇവിടെ കട ആണല്ലോ. ഇതൊക്കെ കടകളാണ്. നീ എന്തിനാ ദേഷ്യപ്പെടണം? കേരള കടകളായിരിക്കും. പിന്നെ തമിഴ് സ്റ്റൈലല്ലേ ഇവിടുത്തെ കടകളൊക്കെ. സോ വാട്ട് എവർ യു സീ ഇറ്റ്സ് എ കട. ഗോ. നമ്മൊരു കാര്യം ചെയ്യും, ഫാർമസി കയറിയിട്ട് എനിക്ക് ചിക്കൻ ബിരിയാണി മേടിച്ച ഇന്ത അഴുവമാട എന്താ അറവുമാട എന്നൊരു മാടെന്ന് പറയല്ലോ ഇവര്. എന്താ അറിവേട്ടമുണ്ട നീ നിന്നെ തന്നെ പറഞ്ഞ് അറിവേട്ടം മുണ്ടും ഏതോ പൈസ. എടാ ശ്രീകൃഷ്ണൻ സ്വീറ്റ്സ് വാങ്ങിയല്ല. ഹായ് അമ്മായി. എന്താ അമ്മായിയെ നോക്ക് ഗൈസ്. അമ്മായി എന്നെ നോക്കി, ഞാൻ അമ്മായി നോക്കി ഹായ് കൊടുത്തിട്ടെ. ഹായ് ഹായ് ഫ്രണ്ട്സ്. ഗൈസ് ഇവർ എഴുതി വെച്ചേക്ക് ഊൺ തയ്യാർ. ഊൺ തയ്യാർ. ആസ് വെജിറ്റേറിയനാ. വേണ്ട വെജിറ്റേറിയൻ. ആസ് വെജിറ്റേറിയനാ അതെന്താന്ന് എനിക്കറിയില്ല. എന്താ എഴുതിയിട്ടേക്കണ? ഊവൊക്കെ ഉണ്ടല്ലോ. അതെ ഊ അത് കായല്ലേ കാ. ബിരിയാണി ഹോട്ടൽ. ഈ ഹോട്ടലിന്റെ പേര് തന്നെ ബിരിയാണി എന്നാണ് ഗൈസ്. ഇവിടെ ബിരിയാണി ഉണ്ടോ? ഈ ഹോട്ടലിന്റെ പേരാണോ ബിരിയാണി, അല്ലെങ്കിൽ ബിരിയാണി കിട്ടും എന്നാണോ? പിന്നെ എൻ്റെ പൊന്ന് ഫാബിന് ഇവിടെ ആൾക്കാരുണ്ടല്ലേ, അപ്പോൾ നല്ലതായിരിക്കും. കമോൺ ഗൈസ്, ലെറ്റ്സ് ഹാവ് ബിരിയാണി. ഞാൻ കരുതി കേരളത്തിൽ മാത്രമായിരിക്കും തോന്നുന്നു. വാഴല കേരളത്തിൽ മാത്രമൊക്കെ ഞാൻ വിചാരിച്ച. എനിക്ക് നീ എന്താ പറയുന്നത്? ചിക്കൻ ബിരിയാണി നല്ലതായിരിക്കുമോ? വേറെന്താ വെജ് എന്താ ഉള്ളത്? വെജ് ഗ്രേവിയോ? ഇതിലുള്ളത് മിൽക്ക് ഷേക്ക്. ഇത് ഫുള്ള് നോൺ വെജ് ആണോ? അങ്ങനെയാണെങ്കിൽ ബിരിയാണി തന്നെ കഴിക്കായിരുന്നു. ചിക്കൻ ബിരിയാണി. ഞാനിതിന് ചിക്കൻ കഴിക്കില്ല. കേട്ടോ. ഭയങ്കര മസാല. റൈസ് ബാക്കി നീ എടുക്കുമോ? ഞാൻ കുറച്ച് എടുക്കുള്ളൂ കേട്ടോ. ചിക്കൻ പീസ് വെച്ചോ, ഞാൻ എടുത്തോളാം. എനിക്ക് മതി. കണ്ടോ ഫാബിന്റെ തനിക്കുണങ്ങണ്ട. കടിച്ചിട്ടൊന്നല്ല വെച്ചത്, കടിക്കാണ്ട് വെച്ചത്. ഇതിനുള്ളിൽ വേറെ ഒക്കെ ഉണ്ട്, എടുത്തു പോതും. ചിക്കൻ ഓട്ടിക്കുന്നു. ഫാബിൻ എന്തടാ ഇത്? തമിഴിലെങ്ങനെ എന്നടാ ഇത്? എന്നടാ പണി വെച്ചിരിക്ക ഗൈസ്? ഇത് இந்த மாதிரி ആൾക്ക് 4 ആൾക്ക് തിന്നെ കിടക്കും. എവിടെ ഞാൻ തിന്നാൻ എടുത്തോളൂ. ഇവിടുത്തെ ചിക്കൻ ഈസ് ലൈക്ക് ചിക്കൻ ഏതോ ഫ്രൈ பண்ணி வச்சிருக்கேன். ஆனால் இதில் மசாலா இல்லை. அந்த மாதிரி சிக்கன் உப்பு தான் இருக்கும். റൈസ് നമ്മുടെ പോലത്തെ ബിരിയാണിയിലല്ലോ. ഇത് വേറെ റൈസ് അല്ലേ, കേരളത്തിലെ റൈസ് അല്ല. ചേരയെ തിന്നുന്ന നാട്ടിൽ വന്ന ബാക്കി പറ. എന്ത് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരയെ തിന്നുന്ന നാട്ടിൽ വന്ന നടുകണ്ടോ തിന്നുന്നു. സോ തമിഴ്നാട്ടിൽ വരുമ്പോ കേരള ഫുഡല്ല കഴിക്കണ്ട. ബിരിയാണി തമിഴ്മാരുടെ അല്ലല്ലോ. ഇത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അല്ലേ? ഇത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ഇത് ഭയങ്കര കട്ടിയുള്ള ചിക്കൻ. അതാണ് മറ്റേ ചിക്കൻ എടുക്ക്. അതിലൂടെ എന്ത് വാങ്ങുന്നേ? തമിഴ് സ്റ്റൈൽ കഴിക്കാനാ? പിച്ചി പിച്ചി കഴിച്ച തമിഴ് സ്റ്റൈലാവും. ഇങ്ങനെ ഭക്ഷണം കഴിക്കും. സെറ്റല്ലേ? പായസം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഗ്രേവി കോന്നതിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് കുറച്ച് കച്ചമ്പറ ഇങ്ങനെ എടുത്തിട്ട് ഒരു ചിക്കൻ കഷ്ണം കൂടെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ പീച്ചി ക്യാമറ കൊണ്ടുവന്നപ്പോൾ എന്തൊരു മാന്യത. സൂപ്പർ, അടിപൊളി, വാവ്, ഫണ്ടാസ്റ്റിക്, എലാസ്റ്റിക്. നമ്മളുടെ പറഞ്ഞു അങ്ങനെ കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്. പുറത്തുനിന്ന് ബിരിയാണി കഴിക്കാൻ പേടിയായിട്ടും
ബിരിയാണി കഴിച്ച് സംതൃപ്തി അടഞ്ഞ തുപ്പൽ പൊട്ടാസ് ഇങ്ങനെ വായിലേക്ക് വെക്കണ നല്ലതാ ഇருக்கு ரொம்ப പ്രമാദം. അങ്ങനെ തമിഴ്നാട്ടിൽ വന്ന് തമിഴ്നാട് ബിരിയാണി കഴിച്ച് സംതൃപ്തി അടഞ്ഞ ഫാബിൻ സ്റ്റാൻലി പയ്യവ. കാശ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാക്കെടുത്തു ഗൈസ്. ദേടത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഹായ് കറങ്ങണ്ട. ഹായ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. സോറി ചേച്ചി. ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഫ്രൂട്ട് സ്റ്റോർ. ഞാനിതാ മൂലക്ക് മാറിയിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ ഗൈസ്. ഇതെന്താ ടേസ്റ്റ് കൊള്ളൂല. ഫാബിന് ചിരിക്കണതിന് പിന്നെ ഇത് മേടിക്കാൻ പറഞ്ഞ ഗൈസ്. ഞാൻ ഇത് ടേസ്റ്റ് பண்ண போறோம். இது எந்த மாதிரி இருக்கும்னு ഞാൻ சொல்லித்தரேன் ഗൈസ്. match and match these things. ഓപ്പൺ பண்ணி இந்த மாதிரி டூத் பிக்கில் ഇത് എടുക്കണോ? വിഴുങ്ങാനാ ഞാൻ പശുവാ. ഫാബിന് ഇതെന്താ ഇത് ഫുള്ളായിട്ട് അടിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു ഫുള്ളിടണോ? എനിക്ക് മണം കേട്ടിട്ട് ഇങ്ങനെ വന്ന് വായിന്ന് വെള്ളം മഞ്ഞ് അതിനുള്ളിൽ എനിക്ക് പറ്റിയ സാധനമല്ല. നീ തുറക്ക്. തിന്ന്. പിന്നെ എന്റെ വാക്ക് എന്താ പോലെ പൊള്ളുന്ന എന്താ സാധനം ഉണ്ടല്ലോ ഫാബിൻ. ഈ ചവച്ച് വെച്ചോ എടുത്തുന്നോ തിന്നോ. എങ്ങനെയുണ്ട്? അത് ഇതെവിടെ കള ഇവിടെ ഇട്ട് ഇവർ തലക്കിട്ട് ഇടിച്ചിട്ട് കൊന്നാണ്. തമിഴന്മാരെ നല്ല കിട്ടും ഫാബിൻ. വിഴുങ്ങാൻ എടാ വിഴുങ്ങലടോ. അതിന്റെ നീരെടുക്കുന്ന സാധനമാണ്. വെറ്റിലേക്ക് തിന്നുന്ന നീരെടുത്തിട്ടാ. അവിടെ പോയി ഇട്ടാലോ. അവിടെ കൊണ്ടിട്ടാലോ. ഈ വഴി അങ്ങോട്ട് പോയി വഴി പോകണ എടുത്തോളൂടാ. നീ കാണിക്ക്. നീ തുപ്പടോ. കണ്ട ரொம்ப ഇവിടെ ബൊമ്മക്കടയില്ലേ? ബൊമ്മക്കട മീൻ அந்த மாதிரி பெரிய பொம்மை കിടക്കണ കടയൊന്നുമില്ല ഇവിടെ. വേറെ കുറെ കടകളുണ്ട് ഗായ്സ്. എനിക്ക് இந்த மாதிரி ജെറി വേണോ? ടോം ആൻഡ് ജെറി. இந்த ജെറിക്ക് എവളോ? ഇത് എവളോ? ഹൗ മച്ച്? 350. വേണ്ട. அது இம்போர்ட்டட் பீஸ். இது 185 ல இருந்து இருக்கு டால்ஸ். ஓகே. 185 இது 185. அப்புறம் இன்னொரு பொம்மை இருக்கும். அது 260. அது கொஞ்சம் ட்ரெண்டிங்கா இருக்கும். அது வேணா காட்டவா? കാട്ടിത്താ. ഓ ഇത് ഇതെനക്ക് പറ്റില്ലേ. ഇത് എനക്ക്. ഓ ഇറ്റ് ഫെൽ ഡൗൺ. പരവില്ല. கம்மி பண்ணி வேணா கேளுங்க. கம்மி பண்ணுவாங்க. கம்மி பண்ணுவாங்க. വേണ്ട കുഴപ്പമില്ല. ബട്ട് ദിസ് വൺസ് നൈസ് റൈറ്റ്. എനിക്ക് ചോട്ടാ ഭീമിന്റെ പിള്ളി ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലെന്ന് പറയാം ഗൈസ്. ഐ ഡിഡ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് സ്പീക്കിംഗ് തമിഴ്. ഐ മീൻ ലേണിംഗ് തമിഴ്. ലേണിംഗ് അല്ല, കമ്മ്യൂണിക്കേറ്റിംഗ് തമിഴ് ടു അനദർ തമിഴ് പേഴ്സൺ. ഐ ഡിഡ് ഇറ്റ് വിത്ത് ദാറ്റ് ഗേൾ. ഐ സെഡ് പറവയില്ല പറവ. ഗുഡ് മലയാളം. എടോ ചേച്ചീനെ നിന്നാ പറയണം. അക്ക 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 ഇതെവളോ? എവളക്ക് വേണോന്ന്? എത്ര രൂപക്ക് വേണോന്ന്? ഡു നോട്ട് ടച്ച്. ഓക്കെ.
ഗൈസ് എന്താ അക്ക പറഞ്ഞെന്താണെന്നറിയോ, നമ്മൾ പൂ ഒരിക്കലും ഇടത് കൈ കൊണ്ട് തൊടരുത്, വലത് കൈ കൊണ്ട് വേണം തൊടാൻ. മേ ബി അവർ വിചാരിച്ചിട്ടുണ്ടാവും ഫ്ലവർ വേസ് വെക്കാനെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാം അമ്പലത്തിൽ കൊടുക്കാനായിരിക്കും. ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല, അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങുന്നില്ലെന്ന്. അപ്പോൾ അവർ പിന്നെ ഇങ്ങനെ കാണിച്ചു. ഗൈസ് ഞങ്ങൾ പോന്നു. ഗായ്സ് എനിക്കിവിടെ ഇരിക്കണ സ്വീറ്റ്സ് ഒക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു ഗൈസ്. പക്ഷേ ഇതെല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീഴത്തണ്ടുമാണ്. എനിക്ക് പേടിയാണ് ഗൈസ്. ഇവിടെ ആക്ച്വലി ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ട് എല്ലാം കഴിക്കാൻ തോന്നുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കണില്ല. അപ്പോൾ നമ്മളായിരിക്കുന്ന സാധനം എടുത്ത് ഗൈസ്. കാജു ആൻഡ് ഫിഗ് ആ 100 ഗ്രാം എടുക്കണോ? പക്ഷെ അതെടുത്ത് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗായ്സ് ഒരു മലയാളി ചേച്ചി. ഞാൻ ആക്ച്വലി വ്ളോഗ് ചെയ്യുന്ന തമിഴിലാണ് ചേച്ചി. രണ്ടും കൂടെ ടോട്ടൽ എത്ര വരുന്നത്? ചേച്ചി മലയാളിയല്ല, ഒരു കാക്കിലുണ്ട് ഒരെണ്ണം ചേച്ചി. വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. തുപ്പൽ പൊട്ടാസ്. വേറെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ദിസ് വൺ ഇത് ക്രീം ബണ്ണല്ലോ, സ്പെഷ്യൽ ബണ്ണ. പക്ഷേ കാക്കിലോ ആണോ? കാക്കിലോ എടുത്തിട്ട് കാര്യമില്ല, കഴിക്കില്ല. കഴിച്ചു നോക്ക്, ബാക്കി വീട്ടിൽ കൂടെ. താങ്ക് യു സോ മച്ച്. ഐ ലവ് മലയാളീസ്. കാരറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട. കൊള്ളാം ഫാബി. കഴിച്ചു കഴിഞ്ഞപ്പോൾ കൊള്ളാം. ആദ്യം കഴിക്കണം കേട്ടോ. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. കൊച്ചി എവിടെ ഗായ്സ് ഈ ചേച്ചിയൊക്കെ എവിടെ നിന്ന് കുറ്റി മറിച്ചു വന്നു? മലയാളി തന്നെ. ഗായ്സ് ആയിക്കോട്ടെ. സാമ്പിൾ ഓഫ് ക്യാരറ്റ് ഹൽവ. തൃശ്ശൂരാ. ഞങ്ങൾ കൊച്ചി. ഇവിടെ മധുരം കൊള്ളാം. അതെടുക്കണോ? അതാ ക്യാരറ്റ് ഹൽവ. അതെത്ര? 100 അല്ലേ? 100 ഗ്രാം. വീറ്റ് ഹൽവ എനിക്കറിയില്ല. ഈ കാജു അഞ്ചീർ കാജു റോൾ അല്ല, ഇത് അഞ്ചീർ കാജു റോൾ. ഇതൊരെണ്ണം. പിന്നെ എനിക്കറിയില്ല, അതൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. അഞ്ചീർ കാജു കേക്ക്. അഞ്ചീർ കാജു കേക്ക്, പിന്നെ മറ്റേ അഞ്ചീർ കാജു റോൾ. അപ്പൊ കേക്കിംഗ് റോളൊക്കെ ഒന്നായിരിക്കില്ലേ? അഞ്ചീർ കാജു റോൾ. ഇതൊന്ന്, അതൊന്ന്. അഞ്ചീർ കാജു റോൾ കൊള്ളാം. ഇതിൽ ആക്ച്വലി ഫിഗ് ഉള്ള. അപ്പോൾ ഫിഗിന്റെ ഒരു ரொம்ப പ്രമാദമായ ടേസ്റ്റ്. ഹായ് അഞ്ജന. ഹായ് എടി, ഞങ്ങൾ സ്വീറ്റ്സ് മേടിച്ചടി. ഞങ്ങൾ ഇവിടുന്ന് മലയാളീസിനെ കണ്ടപ്പോൾ ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങി. നല്ല ടേസ്റ്റ് ഇട്ടാ. കൊള്ളാം, നല്ല അടിപൊളി സാധനം. ഞാൻ നൈസായിട്ട് ആ ചേച്ചിയുടെ കാലം പിടിച്ചപ്പോൾ ആ ചേച്ചി എനിക്ക് കാജു കട്ട്ലി എന്താ കാജു കട്ട്ലി എന്തൊക്കെയാ അതൊന്ന് അപ്പോൾ കഴിച്ചു. പോപ്കോൺ വേണോ ഫാബി? പോപ്കോൺ. ഞാൻ കൊച്ചിയിലെ പോത്തീസിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇവിടുത്തെ പോത്തീസി വന്നിട്ടില്ല. ഇതാണോ ഒറിജിനൽ പോത്തീസ്? പോത്തീസ് എനിക്ക് ചെന്നൈ അല്ലേ? ചെന്നൈ. ഇത് കോയമ്പത്തൂർ പോത്തീസ്. ഗായ്സ് പോത്തീസി കയറിയ സ്ഥിതിക്ക് ചെന്നൈ സിൽസിലും കൂടെ കയറി. ചെന്നൈ സിൽസ് കൊള്ളാം. ലുലു മാളിൻ്റെ ഉള്ളൊക്കെ പോലെ ഇരിക്കുന്നു. ഇത് ഭയങ്കര വലുതാണല്ലോ. ലിഫ്റ്റുക്കുള്ള 2 കുഴന്തകൾ. ലിഫ്റ്റുക്കുള്ളിലെ കുഴന്തകൾ. ഞാൻ എടുക്കുന്ന
പടത്തിന്റെ പേര് ലിഫ്റ്റിക്കുള്ള കുഴപ്പമില്ല മൂന്നാമതൊരു കുഴപ്പമില്ല അത് 4th ഫ്ലോർ പാടോ സ്ക്വയർ ഇருக்கு റൗണ്ടില്ല ഇവിടെയും ഇല്ല ബൈ എണ്ണ ബൈ இந்த மாதிரி വേണോ കീഴേ ഇവരെന്താണ് ഇത് നിലത്തിടുന്ന കാർപ്പറ്റ് നിലത്തിടുന്നോണ്ടാണോ ഇവരെല്ലാം കീഴെ കീഴെ എന്ന് പറയണ ഗൈസ് നമ്മളല്ലേ നമ്മ കീഴെത്താ പോണോ എനിക്ക് ഞാൻ പൊട്ടറല്ലേ സാറേ എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ വായിക്കാറിഞ്ഞൂടല്ല ഗായ്സ് ഇവിടെ ഗുജറാത്തും ഉണ്ട് പഞ്ചാബും ഉണ്ട് കണ്ട കോയമ്പത്തൂർ അവിടെ 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 ചെന്നൈ അല്ലേ അവിടെ ചെന്നൈ ഇവിടെ ഗുജറാത്ത് ഇവിടെ പഞ്ചാബ് ഇങ്ങനത്തെ മെറ്റീരിയൽ കൊള്ളാം राउंड कारपेट वी हैव नहीं है सिर्फ स्क्वायर है यहाँ कहीं मिलेगा ऐसे मुड़ जाइए कट है ना ये कट पे थोड़ा आगे जाइए कारपेट मैट्रेस सब मिलेगा वहाँ पे स्टोर का नाम क्या है स्टोर का नाम तो नहीं पता बड़ौदा बैंक है उसके साथ बड़ौदा बैंक ओके अच्छा थैंक यू क्या नाम है MM ഓക്കെ താങ്ക് യു ഗായ്സ് ഇന്ത മുടിനെ കൂടി പോകുമ്പോഴാണ് കാർപ്പറ്റ് ഇട്ടെന്നാണ് ആൾ മുടിച്ചത് മൾട്ടി സ്റ്റേറ്റ് അയ്യോ അമ്മച്ചി കാർപ്പറ്റ് ഇന്ത വലിയ കാർപ്പറ്റ് വേണോ നമ്മുടെ കൊച്ചി പോത്തീസാണ് ഗായ്സ് വലുത് ഈ പോത്തീസ് ചെറുതാണ് പുറത്ത് വലുതായിട്ടൊന്നുമില്ല அப்படி നമ്മൾ അങ്ങേ ഇങ്ങേ അലഞ്ച് തിരിഞ്ച് அந்த பஸ் கேറി ഇഷ ടെമ്പിൾ അല്ലല്ലോ അതിൻ്റെ ടെമ്പിളിൻ്റെ പേര് വേറെ ഇഷ ഫൗണ്ടേഷൻ அந்த பெரியசாமி டெம்பிளுக்கு பெரிய சிவ ஸ்டாச்சு டெம்பிளுக்கு போய்கொண்டிருக்கார் ஆதியோகி டெம்பிள் yeah that's the word so we are going there we will see you there bye വണ്ടി കയറി ചത്തേനെ ഗായ്സ് നമ്മൾ அப்படி ട്രാവൽ பண்ணி ഒരു മാതിരി മാട്ട ഉറക്കമെല്ലാം മുടിഞ്ചിടിച്ച് ഇங்கே എത്തിയിടിച്ച് നോക്ക് അവിടെ അங்கே കുറേ പാടത്തിൻ്റെ നമ്മൾ പാടമെല്ലാം ഇருக்கு പാടം അരി നെൽക്കതിർ പാടം அந்த மாதிரி പാടം ഗോതമ്പ് പാടം ചപ്പാത്തി പാടം കമ്മട്ടി പാടം ഗായ്സ് ജല്ലിക്കെട്ട് ടൺ ഇതോ പാറ് ഞാൻ உள்ளே போய் இந்த குங்குமம் எல்லாம் செட் பண்ணி இது வந்து பத்ரகாளியா பத்ரகாளி முட்டாள் மாதிரி இருக்குடா ചായ ഊത്തി കുടിക്കാറ് ഗൈസ് ചെടി എടുക്കാൻ ആൾക്കാരെ കാണിച്ചു കൊടുക്കട്ടെ എൻ്റെ പുതിയ ചെടി ക്യൂട്ട് ചെടി കാണിച്ചു ഇതെടുക്കാൻ എവിടെ ഒന്ന് പുറത്തേക്ക് എടുക്കണോ ഗൈസ് ഞാൻ உங்களுக்கு ഒരു സാധനം കാട്ടി തരേ എന്ത് സാധനം പാർ ഗൈസ് അപ്പുറത്തേക്ക് എടുക്ക് ഷോ ദം വാട്ട് ഐ ഗോട്ട് ഫ്രം ദ സ്ട്രീറ്റ് എൻ്റെ ചെടി ഫാബിൻ യു ആർ ലിറ്ററലി ഡിസ്ട്രോയിങ് മൈ ചെടി ലുക്ക് അറ്റ് ദിസ് ക്യൂട്ട് ചെടി ഗൈസ് 50 രൂപ നിൻ്റെ അപ്പൂപ്പൻ കൊടുത്തത് ഗൈസ് ഇറ്റ് കോസ്റ്റ് ലൈക്ക് 350 റുപ്പീസ് ബട്ട് ഞാൻ ബാർഗെയിൻ പണി ഇത് 200 റുപ്പീസിന് വാങ്ങി ഗൈസ് എവിടെ കാണിച്ചാ look at this guys ഇത് ആക്ച്വലി ഇൻഡോറാന്നാ പറഞ്ഞേ ഓക്കെ സംതിങ് സീരിയസ് ഇത് ആക്ച്വലി ഇൻഡോറാന്നാ പറഞ്ഞേ എനിക്കറിയില്ല ഇതെങ്ങനെ വെള്ളം ഒഴിക്കണം ഈ ചെടിയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ആൻഡ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കം ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് സേ ഹൗ ടു പ്രിസർവ് ദിസ് ഹൗ ടു നർച്ചർ ദിസ് ഓക്കെ താങ്ക് യു ആൻഡ് നമ്മളിനി அந்த பெரியசாமியோட ശിലാരൂപத்துக்கு முன்னாடி போக போகிறேன் come and meet me there look at this it's huge this one is so huge
I really wanted to see how this was made. I think I should go check YouTube or something. Wow, it's big. കാളയൊക്കെ വന്നുണ്ട്. എങ്ങാനും ഓടേണ്ടി വന്നാലേ ഇത് അതാണ് അടിച്ചിങ്ങോട്ടുണ്ട്. ഇതങ്ങോട്ട് അഴിച്ചിട്ടേക്കാം. ഇവിടെ നിന്ന് പോയിട്ട് ഗൈസ് இந்த மாதிரி பேண்ட்ஸ் எல்லாருக்கும் யூஸ்ஃபுல்லாக இருக்கும். இது ஒரு இந்த பேக்குள்ளே போடாம் போட்டுட்டேன். ഗായ്സ് അത് പാറ് പെരിയസ്വാമിയോட ബാക്ക് സൈഡ്. ഇത് யாரு നിർമ്മിച്ചെന്നല്ല സെഞ്ചെന്ന് അല്ലേ? ഇത് யாரு செஞ்சെന്ന് എനിക്കറിയില്ല. ஆனால் இது ரொம்ப பெருசு. It's really big and big than I expected. Wow. I don't want this anymore. Okay, click my picture. Click my picture in this. ചെടി വേണ്ടായി. ചെടിയെ ഞാൻ ഉപേക്ഷിച്ചു. എടോ ആൾക്കാരൊന്നും വേണ്ട, ഇങ്ങോട്ട് താ എന്നെ മതി. ആൾക്കാരൊക്കെ എന്ത് ഞാൻ കാണിച്ചിട്ട് അവരൊന്നും മുഖം പോലും കാണാനല്ല. കുറേ പീക്കിരി ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണമല്ലോ കേട്ടെ ശിവനെ. ശിവനെ എന്നെ പറ്റി ഗായ്സ്. ഇനി ഒന്നുതാ മുഖ്യം, இந்த ശിവനോட மேலக்கு மேலே லேசர்ஸ் வரும். அந்த லேசர்ஸ் பார்த்து நம்ம வீட்டுக்கு திரும்பி போகிறோம் അല്ലേ? திரும்பி போகிறோம். ഇനി ഇവിടെ നിന്നൊന്നും എക്സ്പ്ലോർ பண்ணதுக்கு இல்லை. இதுதான் இவ்வளோதான். இதுக்கப்புறம் பஸ் வரும். அந்த பஸ்ஸில் ஏறி நம்ம ட்ரெயின் பிடிச்சி வீட்டுக்கு போவோம், தூங்கிடும். ഗൈസ് നമ്മ ഒരു ഫോട്ടോഗ്രാഫി ട്രിക്ക് ട്രൈ பண்ண போகிறேன். പീപ്പിൾ ആർ റെക്കഗ്നൈസിങ് മീ. ഐ ഷുഡ് ലീവ് ദിസ് പ്ലേസ് ആസ് സൂൺ ആസ് പോസിബിൾ. എടോ ഇതിൻ്റെ ക്ലോസ് ആയിട്ട് വെക്ക്. അപ്പം ശിവൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം. ഇതിൽ നോക്കി വരുന്നുണ്ടോ? അടുപ്പിച്ച് വെക്കട്ടെ. ശിവനെ കിട്ടണ്ട? കിട്ടണല്ലേ? കാണിച്ച് ഇങ്ങോട്ടാവട്ടെ. അയ്യോ ഇതെന്താ ആസനമെന്ന് എനിക്കറിഞ്ഞൂട. പക്ഷേ അങ്ങാടൊന്നും പോകണല്ലോ സാറി. അയ്യോ എവിടെ മുഖത്ത് കുത്തിക്കൊള്ളണം നീ പറഞ്ഞു തന്നിട്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ കിടക്കാൻ നല്ല രസമുണ്ടല്ലേ? മേലെ ആകാശം, താഴെ നടുക്ക് വിഷമുള്ള സർപ്പം. ഇപ്പുറത്ത് കിടക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷന്റെ വേസ്റ്റ് വണ്ടി. നിനക്കറിയാരോ ഞാൻ ശിവനായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. ഒരു വണ്ടി പോണോക്ക് ഈ വണ്ടി എന്റെ കൈ കൂടി പോണ പോലെ ഞാൻ ഓടിക്കുന്ന പോലെ എന്റെ പെരിയസ്വാമിയുടെ മേത്തക്ക് ലേസർ അടിച്ചടിച്ച് പോണതൊക്കെ കാണാൻ ഞാൻ ரொம்ப വെയിറ്റ് பண்ணிட்டேன். நிகழ்ச்சியின் போது உங்கள் செல்போன் டார்ச் லைட்டுகளை This is nice. Witnessing an individual human in union with the cosmos, they call him a yogi. Seven sages, the Saptarishis, took the sacred science of yoga in all its. He transmitted the profound science of yoga in its full depth and dimension. His disciples access to the deepest. Give me that thing. There's a vision of the very core of the cosmos in all its profundity and magnificence. A vision of the unfathomable mysteries of the universe. A
most overwhelming vision, the sages. Guys, it's still happening there. ഇപ്പോഴും അതവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാരെ കബളിപ്പിച്ച് നമ്മൾ വേഗം ബസ്സിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ഓടി രക്ഷപ്പെടുകയാണ് ഗൈസ്. നിങ്ങളൊരു സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെയൊക്കെ പറ്റി അറിയാമെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളിത് മിസ് ചെയ്യാതിരിക്കരുത്. ഇത് നമ്മൾ മൊബൈലിൽ കാണുന്ന പോലെ അല്ല. ഇത് നേരിട്ട് വന്ന് കാണുമ്പോഴത്തേനും നമ്മളിങ്ങനെ ആ ഒരു തണുപ്പും ആ ലൈറ്റിങ്ങും ആ ഒരു സൗണ്ട്. അയ്യോ കാളക്കുട്ടി ജല്ലിക്കെട്ട്. ഹായ് ബൈ സീ യു മീറ്റ് യു അഗൈൻ. അപ്പം നമ്മളിങ്ങനെ ഇരുന്നു പോകും ഗൈസ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി പോയിരിക്കും. സോ എന്തൊക്കെ വന്നാലും ഇത് വന്നിട്ട് നിങ്ങൾ കാണണം ഗൈസ്. ബൈ ബൈ വരണം ഗൈസ്. ബാക്കിൽ ആൾക്കാരൊക്കെ ഓടി വരികയാണ്, ഞങ്ങൾ ഓടുകയാണ്. എനിക്കിരിക്കാൻ സീറ്റ് വേണോ അല്ലെങ്കിൽ അവര് തരട്ടെ. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ സന്ധിക്കുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം മീ ഫാബിൾ ആൻഡ് മൈ ക്യൂട്ട് ലിറ്റിൽ പ്ലാന്റ്.